മനസ്സിലായതുപോലെ ഞാൻ ഇതുപോലെ ഇന്റർവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇതുപോലെ ഞാൻ വീഡിയോ കാണുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ എപ്പോഴും ഇങ്ങനെ ചാടി ഇങ്ങനെ ഓവർ ആക്ട് ചെയ്തൊക്കെ നടക്കുന്ന ഒരാളാണെന്നാണ് എല്ലാവരുടെയും ഇപ്പോഴും അതങ്ങനെയാണ്. കാരണം അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ കണ്ടുള്ളതേ ഉള്ളൂ. അവർ ഈ പറഞ്ഞ എൻ്റെ Yeah. റിയൽ അഖിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവർക്ക് അറിയത്തില്ലല്ലോ. ഉം. പക്ഷെ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ അല്ലെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താണെന്ന് ആൾക്കാർ എങ്ങനത്തെ ക്യാരക്ടറാണെന്ന് ആൾക്കാർ കുറച്ചുകൂടെ തിരിച്ചറിയാൻ പോകുന്നത് ഈ പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോഴാണ്. ആണ്. അപ്പൊ ആ ഒരു ക്രൗഡിനെ കാണുമ്പം ഇപ്പൊ ഒബ്വിയസ്ലി കോളേജിലൊക്കെ പോകുമ്പത്തേക്ക് സ്റ്റേജിൽ തന്നെ നിന്നിട്ട് വേണം ഒരു വലിയൊരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാൻ. ഇപ്പൊ ആ സ്റ്റേജ് ഫിയർ ഉണ്ടോ? ഈ സെന്റ് തെരേസാസ് കോളേജിൽ പോയപ്പോൾ അതാണ് ഫസ്റ്റ് കോളേജിൽ പോകുന്നത്. ആ, അയ്യോ! അപ്പോൾ അവിടെ പോയപ്പോൾ ആദ്യം പേടി ഉണ്ടായിരുന്നു. ഞാനീ പറഞ്ഞില്ലേ, നമ്മൾ ഈ പേടി വരുന്നത് വെച്ചാൽ നമ്മൾ ഫേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാനുള്ള പേടി കൂടുന്നത്. ആ. ഫേക്ക് ചെയ്യണ്ട. എനിക്ക് ഫേക്ക് ചെയ്യണ്ട. ഞാനിടയിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പേടി പതിയെ 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 കുറഞ്ഞ് നോർമലൈസ് ചെയ്തു പോകും. ഞാനത് കണ്ടുപിടിച്ച ടെക്നിക്കാണ്. ഞാൻ ലൈഫിൽ നിന്ന് കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഫേക്ക് ചെയ്യേണ്ട. ഉം. ഫേക്ക് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഉം. പിള്ളേരിപ്പം കയ്യിലെടുക്കണം. ഉം. ഓരോരുത്തർ കൈയെടുക്കുന്ന കാണുമ്പോഴേ ആ. അവർ കൂവുന്നു, കയ്യിൽ ചെയ്യുന്നു. അപ്പം നമ്മൾ വിചാരിക്കും എനിക്കിത് പറ്റത്തില്ലയോ, ഞാനിതുപോലെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴേ ടെൻഷൻ വരുന്നത്. വേണ്ട, എനിക്കിതേ പറ്റൂ. ഉം. പറ്റുന്ന രീതി അവരെ എങ്ങനെ ഹാപ്പിയാക്കി എടുക്കാം. ഒരു പ്രശ്നമില്ല. ചിലരൊക്കെ ഇതുപോലെ പ്രത്യേകിച്ചും സെൻട്രൽ സെസ് എന്നൊക്കെ പറയുമ്പോൾ ബോയ്സിന് എല്ലാവർക്കും പോവാനും അവിടുത്തെ ആ, ഗേൾസിനെ കാണാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുറേ ഗേൾസും ഉണ്ടാവും. കുറേ ചോദ്യങ്ങൾ വരും. ഇപ്പൊ ഇവരൊക്കെ കയ്യിലെടുക്കുക, ഓ അവിടെ ഞാൻ സ്റ്റാർ ആവുക, കുറച്ച് കൗണ്ടർ പറയുക, ഇതൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങോട്ട് പിന്നെ ചെന്ന് അത് മനസ്സിൽ കയറിയിട്ടുണ്ടാവുക. കാണും. അതെ. മനസ്സിൽ കാണും. ആ. പിന്നെ ദേഷ്യം വേണ്ട. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഉള്ളീന്ന് വരാ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചീ. ഏച്ചു വിട്ട പോലെ ഇരിക്കും. അതെ. അത് ചെയ്യത്തേ ഉള്ളൂ. അതെ. ഉള്ളീന്ന് വരട്ടെ, വരുമ്പോ ഞാൻ പറയാം അതെ. കൗണ്ടർ. ടൈം കൊടുക്കാലോ. നമുക്ക് എന്തായാലും അന്നേരം പക്ഷെ ചെയ്യാലോ. അപ്പോഴത്തേക്ക് ആ ഒരു സംഭവം കഴിയും. ഉം. നമ്മളൊന്ന് എൻജോയ് ചെയ്ത് കറക്റ്റ് ട്രാക്ക് വരുമ്പോഴത്തേക്ക് ശ്ശേ! ഇപ്പൊ സമയം തീർന്നു. ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഒന്ന് ഓപ്പൺ ആയി വരാൻ വേണ്ടി 15 മിനിറ്റ് എടുക്കും. ആ. അപ്പോഴത്തേക്ക് ഇന്റർവ്യൂ കഴിയും. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ കോളേജിൽ പോയപ്പോ ഇതുപോലെ ഞാൻ ആണോ? ഓക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞു. അയ്യോ! ഒരു മിനിറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഓക്കെ. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പുകളിൽ കൂടുതൽ ഇരിക്കുക, അവരുടെ കൂടെ ആക്റ്റീവ് ആയിട്ട് ഉറപ്പായിട്ടും. ഇരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്മാർട്ട് ആവും. നമുക്ക് ആ ഒരു ഫിയർ ഈ അഖിലിന്റെ രീതിയിൽ തന്നെ അറിഞ്ഞറിഞ്ഞത് മാറണം. അല്ലെങ്കിൽ കംഫോർട്ട് സോണിൽ നിന്ന് പറയില്ലേ? പുറത്ത് വരുമ്പോൾ തന്നെ എല്ലാം മാറും. മാറും. അപ്പൊ നമുക്ക് ആ ഒരു ഷെല്ലിങ്ങനെ പൊട്ടിച്ച്, പൊട്ടിച്ച്, പൊട്ടിച്ച് അത് ഞാൻ തന്നെ പൊട്ടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഷെല്ലിങ്ങനെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം പൊട്ടിക്കഴിയുമ്പോ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഇത് നമുക്ക് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൂപ്പറായിട്ട് ഇനിയും ഈ കണ്ടന്റുകൾ ചെയ്യുമ്പോഴും ചിരിപ്പിക്കുന്നത് മാറ്റിയിട്ട് ഇനി വേറെ രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ആ. കാരണം പക്ഷെ ഒരു കൂടുതലും ആ മറ്റേതാണ് എങ്ങനെ പോയാലും വരുന്നത്. തെറ്റ് വരുന്ന ആ. ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. ഈ പറഞ്ഞ തൊട്ടില്ല കടലിൽ കൊണ്ട് ഉപ്പ് പറയുന്നതിലോട്ട് അത് മുങ്ങിപ്പോകുന്നതാണ്. അതുപോലെ അതങ്ങ് ഏക്കുന്നില്ല. ഏക്കുന്നില്ല. അല്ല ചിലത് ഏക്കുന്നുണ്ട് ആ. കേട്ടോ. ഈ സെന്റി വീഡിയോസ് ഈ പറഞ്ഞ തൊട്ട് നമ്മൾ ഇത്ര നാൾ ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉം. നമ്മളോട് സെന്റി വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ അത് ഒരു ഫീൽ കിട്ടും. ഉം. ഞാൻ ഇത്ര നാൾ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ. ചെയ്യുമ്പോൾ ആൾക്കാർ കുറച്ചോട്ട് ഒരു തോട്ട് അവർക്ക് വരും. ഇതുപോലെ ഒരു ഒരു എക്സ്ട്രാ ഫീലിംഗ് അവർക്ക് കിട്ടും. ആ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നല്ല വീഡിയോ ഓടിയിട്ടുമുണ്ട്. പക്ഷെ ഓടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആലോചിച്ച് വേണ്ട, എന്തിനാ ആൾക്കാരെ ഇത് ചെയ്യുന്നത്, കരയിപ്പിക്കുന്ന ആൾക്കാർ പറയുമല്ലോ കരയിപ്പിക്കലടാ അതൊക്കെ പറഞ്ഞാൽ എന്തിനാ വെറുതെ കരയിപ്പിക്കട്ടെ. പിന്നെ ഞാൻ കുറേയൊക്കെ ഒന്ന് മാറ്റി. മാറ്റി. വേണ്ട വേണ്ട, റീച്ച് ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കും നമുക്ക്. ഉം. ഒബിയസ്ലി ഇപ്പൊ പറഞ്ഞ വിട്ട് കോമഡിയുടെ കൂട്ടായിട്ട് മാർക്കറ്റുള്ള ഐറ്റമാണ് ഉം. സെന്റിമെന്റ് വീഡിയോ ചെയ്ത് കുറച്ചുകൂടെ ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും. ഉം. പിന്നെ ഞാൻ വെച്ചാൽ വെറുതെ ആൾക്കാരെ കുറച്ച് അവർ കുറച്ച് നേരം ഇത് ഫോൺ നോക്കുന്നത് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ലേ. ഉം. അഖിലിന്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാതൊരു പോസ്റ്റ് ആയിരുന്നു. അത് കണ്ട സമയത്ത് ആരെക്കുറിച്ചാണെന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കമന്റ് ബോക്സിൽ അഖിലിന്റെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അഖിലിന്റെ അടുത്തു നിന്നുള്ള ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുമുള്ള സന്തോഷം. ഈ നാട്ടുകാർ ചിന്തിക്കണ്ടേ, ഇവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലെ സംഭവിച്ചാലോ എന്ന്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖങ്ങളായതുകൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടവും പ്രശ്നങ്ങളും കുറച്ച് പക്വതയോടെ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുക്കണം. വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിൽ NRD. അവൻ അത്ര ലൗഡല്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെപ്പോലെ എല്ലാം തുറന്നു പറയണമെന്നുമില്ല. അതുപോലുള്ള ഒരു മനുഷ്യന് ഇത്തരം കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമുക്കറിയാമല്ലോ.
CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്ത് പുറത്തുവിടുന്നു. അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും കമന്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകളും അഖിലിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്, സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ കുട്ടിയുടെ വീടും അഖിലിന്റെ വീടും അടുത്തായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലാകുന്നത്. അങ്ങനെ വീട്ടുകാർ വഴി സംസാരിച്ച് വിവാഹം കഴിച്ചു. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരാണ്, യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവനോട് ബഹുമാനം തോന്നുന്ന കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാകും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോവുക. ഇതാണ് അഖിൽ എന്നോട് പറഞ്ഞത്. പറയുമ്പോൾ ചിലർക്ക് ഫീൽ ആകും ഈ കുട്ടിയുടെ താല്പര്യമാണ് ആരുടെ ഒപ്പം പോവുക എന്നത്. ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറാണ് ഇഷ്ടപ്പെട്ടതിന്റെ അയാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അയാളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് അഖിൽ NRDയുടെ ഭാര്യയാണോ എന്നത് അയാൾക്ക് അറിയാമോ എന്ന് പോലും നമുക്കറിയില്ല.